നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിൽ. രോഗിയുമായി വന്ന ആംബുലൻസിനെ നടുറോഡിൽ കുടുക്കിയ 3 ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ കേസെടുത്തത് അന്തിക്കാട് പോലീസ്. കുറ്റക്കാർക്കെതിരെ നടപടിയുമായി തൃപ്രയാർ മോട്ടോർ വാഹന വകുപ്പും. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത സമരരീതികൾ ഗതികേട് കൊണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട അവസ്ഥയെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായും തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. ആംബുലൻസ് നടുറോഡിൽ കുടുങ്ങിയത് ഞായറാഴ്ച വൈകുന്നേരം 4:30-ഓടെ. 3 ബസ്സുകളിലെ നിയമലംഘനമാണ് കണ്ടെത്തിയത്. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള IDRലേക്ക് അയക്കും. 5 ദിവസമായിരിക്കും പരിശീലനം. കാഞ്ഞാണി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഡ്രൈവർക്കൊപ്പം കണ്ടക്ടറും തുല്യ ഉത്തരവാദിയാണെന്ന് MVI അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30-നാണ് അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസിനെ സ്വകാര്യ ബസ്സുകൾ വഴിമുടക്കിയത്. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങുതടിയായി മാർഗതടസ്സമുണ്ടാക്കിയെന്നാണ് പരാതി. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിലാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത പ്രത്യക്ഷ സമരരീതി ഗതികേട് കൊണ്ടാണെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട സ്ഥിതിയാണെന്നും അസോസിയേഷൻ സെക്രട്ടറി KV ലാൽ പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിരമിച്ച പോലീസുകാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും തടയപ്പെടുകയാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും സർക്കാർ നൽകിയില്ല. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. 2013 മുമ്പ് പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ 13 ശേഷമുള്ള പരിശീലന കാലയളവിൽ മാസ ശമ്പളവും നൽകി. പരിശീലന കാലയളവിലെ 2 നീതി പരിഹരിക്കാനായി കോടതി കയറേണ്ടി വന്നു. വിശ്രമമില്ലാത്ത ജോലിയും നേരത്തിന് ഭക്ഷണവുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസുകാർ വിരമിക്കുന്നതിനൊപ്പം രോഗിയായി തീരുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി മെഡിസെപ്പ് ഉണ്ടെങ്കിലും ഒരു തരത്തിലും പ്രയോജനവുമില്ല. വിരമിച്ചവർക്കും അല്ലാത്തവരുമായ പോലീസുകാരുടെ ആരോഗ്യ സംരക്ഷണം പോലീസ് ആക്ട് 104A പ്രകാരം സർക്കാർ ബാധ്യതയാണ്. മെഡിസെപ്പിന്റെ കരാർ രേഖ കിട്ടാനായും സംഘടനയ്ക്ക് കോടതി കയറേണ്ടി വന്നു. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിട്ടും 11ാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക നൽകിയിട്ടില്ല. എല്ലാവിധ ആനുകൂല്യങ്ങളും പലവിധത്തിൽ തടയപ്പെടുകയാണ്. പ്രശ്നപരിഹാരത്തിന് 11,000 പേർ ഒപ്പിട്ട നിവേദനം നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും നൽകിയില്ല. എല്ലാവിധത്തിലും ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും കേസ് കോടതിയിലെത്തിയാൽ സാമ്പത്തിക പ്രതിസന്ധിയും പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. ഇതിനൊക്കെ എതിരെയാണ് പ്രതിഷേധ സമരത്തിനിറങ്ങുന്നതെന്നും KV ലാൽ പറഞ്ഞു. നമ്മൾ ഗവൺമെന്റിന്റെ ജോലികൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് സമയത്ത് വിശ്രമം കിട്ടാതെയും സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ റിട്ടയർ ചെയ്ത് 56 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ആനുകൂല്യങ്ങളോടൊപ്പം വലിയൊരു ഗിഫ്റ്റായി കിട്ടുന്ന രോഗങ്ങളുണ്ട്. ഒരു നല്ല ശതമാനം ആൾക്കാരും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ രോഗികളാണ്. അപ്പൊ മെഡിസിപ്പിന്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം വേണ്ട ഗവൺമെന്റ് എംപ്ലോയീസ് വരുന്നത് പോലീസാണ്. അധ്യാപകരാണെങ്കിലും ഓഫീസ് ജീവനക്കാരാണെങ്കിലും അവർക്കെല്ലാം ആ നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് ജോലി ചെയ്താൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇപ്പോൾ സർവീസിലുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും ഞങ്ങളുടെ പെൻഷനിൽ നിന്ന് പിടിക്കുന്ന ഫണ്ട് കൊണ്ടാണ് മെഡിസിൻ നടപ്പിലാക്കുന്നത്. അതിന്റെ MOU കരാർ ഒന്ന് കാണിക്കാൻ ഗവൺമെന്റ് തയ്യാറായി. പ്രസിഡന്റ് K സ്വാമിനാഥൻ, സംസ്ഥാന സെക്രട്ടറി VJ രാമചന്ദ്രൻ, ട്രഷറർ AK യൂസഫ്, VV ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കൈഡ്സ് ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്മാർട്ട് നേഷൻ സെക്യൂരിറ്റി എക്സ്പോ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ പാലക്കാട് നടക്കും. സേഫ്റ്റി സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് എക്സ്പോ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ട
ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. പലതരം സുരക്ഷാ സംവിധാനങ്ങൾ കാണാനും അനുയോജ്യമായവ തിരഞ്ഞെടുക്കാനും അവസരമുണ്ടാകും. ഓഫീസുകൾ, നിരത്തുകൾ, ഹൗസിംഗ് കോളനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ലോകോത്തര കമ്പനികളുടെ 1000-ഓളം ബ്രാൻഡുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എക്സ്പോയിൽ ലഭിക്കും. ആധുനിക ടെക്നോളജിയുടെ ഉൽപ്പന്നങ്ങൾക്കു പുറമെ AI, സോളാർ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. തിരഞ്ഞെടുക്കപ്പെട്ട 50 സ്റ്റാളുകൾ ഉണ്ടാകും. നിർമ്മാതാക്കളും പ്രമുഖ ഡീലർമാരുമാണ് സ്റ്റാളുകൾ ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 50ഓളം സ്റ്റാളുകളും 200ഓളം ബ്രാൻഡുകളും 1000-ലധികം പ്രൊഡക്റ്റുമായി പാലക്കാട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സേഫ്റ്റി സെക്യൂരിറ്റി മേഖലയിൽ ഇത്രയും വലിയൊരു എക്സ്പോ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ടെക്നോളജി അടക്കമുള്ള അതിനൂതന സാങ്കേതിക വിദ്യ നേരിട്ട് പരിചയപ്പെടുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി അക്കേഷ്യ എടുത്തിട്ടുള്ള ഒരു വലിയ ഉദ്യമം തന്നെയാണ് ഈ എക്സിബിഷൻ. പ്രസിഡന്റ് ഹംസ കെ സെയ്ദ്, കൺവീനർ കബീർ മരക്കാർ, സെക്രട്ടറി ജുനൈസ് തോട്ടാശ്ശേരി, ട്രഷറർ മനു വി, നസീഫ് എം, രജിത് പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SFI അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം കടമ്പൂരിൽ സംഘടിപ്പിച്ചു. കടമ്പൂർ BVLP സ്കൂളിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനം SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ വാഴൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ യൂണിറ്റ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 110 വിദ്യാർത്ഥിനികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ S കുമാർ, CR രജിഷ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്യാംദാസ് എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി MV അഭിനവ് സ്വാഗതം പറഞ്ഞു. ലോക്കൽ പ്രസിഡന്റ് P രജീഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം സമ്മേളനം 17-അംഗ പുതിയ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. P നയന നന്ദി രേഖപ്പെടുത്തി. പുതിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി P നയനയെയും പ്രസിഡന്റായി P രജീഷിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. കോട്ടായി കീഴത്തൂർ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടിത്തത്തിലേക്ക് ഒരെത്തിനോട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമത്സരങ്ങൾ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കഥാരചന, ചിത്രരചന, കവിതാരചന, മാപ്പിളപ്പാട്ട്, ദേശഭക്തിഗാനം ഉൾപ്പെടെ 10ഓളം ഇനങ്ങളിൽ മത്സരം നടന്നു. നിരവധി രക്ഷിതാക്കൾ മത്സരത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ A സുബൈർ, സ്കൂൾ മാനേജർ മുഹമ്മദ് കരീം മാസ്റ്റർ, വിധികർത്താക്കളായ അബ്ബാസ് മാസ്റ്റർ, അനസ് മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ശോഭന എന്നിവർ സംസാരിച്ചു. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക കലാപീഠം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ ഉത്സവങ്ങളുടെ സമാപനം നടന്നു. സമാപന സമ്മേളനവും സമ്മാന വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ഞാനിതെല്ലാം സൂചിപ്പിച്ചത് നമ്മൾ ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ സന്ദർഭം ഇത് നമ്മുടെ നാടിന്റെ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ കല പഠിക്കുന്നതിന്, കല അഭ്യസിക്കുന്നതിന്, അരങ്ങേറ്റം നടത്തുന്നതിന് അവരേത് ജാതിയിൽപ്പെട്ടയാളാണ്, ഏത് മതത്തിൽപ്പെട്ടയാളാണ്, ഏത് സാമൂഹ്യപരമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളാണ്, എത്രമാത്രം സാമ്പത്തികമായ ശേഷിയുള്ളയാളാണ് എന്നൊന്നുമുള്ള വിവേചനമില്ലാതെ ഇഷ്ടമുള്ള കല പഠിക്കാൻ ഇവിടെ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമുള്ള ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ, വാർഡംഗം K ശ്രീവത്സൻ, NM നാരായണൻ നമ്പൂതിരി, IM സതീശൻ, മഞ്ഞളൂർ സുരേന്ദ്രൻ, P മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ട്രാഫിക് പോലീസ്, ഒറ്റപ്പാലം മോട്ടോർ വാഹന വകുപ്പ്, ഒറ്റപ്പാലം ബസ് ഉടമ തൊഴിലാളി സംഘടനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം മേഖലയിലെ മികച്ച 7 ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും തിരഞ്ഞെടുത്ത് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ട്രാഫിക് അവബോധം വളർത്തുന്നതിനായി ബസ് സ്റ്റാൻഡിൽ മുഴുവൻ യാത്രക്കാർക്കും പ്രധാനപ്പെട്ട ട്രാഫിക് നിയമങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തു. ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ബസ് കൊടുക്കുന്നത് അവരുടേതായ ലക്ഷ്യങ്ങളിട്ട് അവരെല്ലാവരും ജീവിതമാർഗ്ഗം സർവീസ്
ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തികളൊക്കെ പോകുന്നത്. അങ്ങനെ തന്നെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം പോലീസൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ അവർക്ക് പ്രയാസങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന് ബസ് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം എടുക്കുന്നതിനും ബസ് പോകുന്നതിനൊക്കെ അവരെ സഹായിക്കുന്ന തരത്തിൽ അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയുള്ള കണ്ടക്ടർമാരുടെ എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കൗൺസിലർ ആതിര നാരായണൻ അധ്യക്ഷയായി. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, ഒറ്റപ്പാലം ജോയിന്റ് RTO PA അജിത് കുമാർ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ M സുനിൽ, ട്രാഫിക് ഇൻസ്പെക്ടർ PA അബ്ദുൾ റഹ്മാൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി P കൃഷ്ണകുമാർ, ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് പ്രസിഡന്റ് VM ശ്രീനിവാസൻ, ബസ് തൊഴിലാളി യൂണിയൻ CITU സെക്രട്ടറി N അസീസ്, ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ വിനോദ് B നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചോറോട്ടൂർ സെന്ററിൽ പുനർനിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിന്റെയും കിഴക്കേ പാടത്തേക്കുള്ള നടപ്പാലത്തിന്റെയും ഉദ്ഘാടനം നടന്നു. CPIM ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 96 മുമ്പേ നമ്മുടെ സംസ്ഥാനത്തെ ഈ സാധാരണ ഉൾപ്രദേശങ്ങളുടെ സ്ഥിതിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കെല്ലാം അറിയുന്നതാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥിതി. കുടിവെള്ളത്തിനാണെങ്കിൽ അയൽപക്കത്തെ വീടുകളിലെ കിണറ്റിലെ വെള്ളം കിട്ടുന്ന സ്ഥിതി. അങ്ങനെ നിരവധിയായ ദുരിതങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 96 EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിക്കാനും അതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്രദേശങ്ങളിലുള്ള റോഡുകളെല്ലാം ഇടവഴികളെല്ലാം റോഡുകളാവുന്ന സ്ഥിതിയുണ്ട്. കിഴക്കേ പാടത്തേക്ക് കന്നുകാലികളെ കൊണ്ടുപോകുന്നതിനും കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. വരും വർഷങ്ങളിൽ കൊയ്ത്ത് യന്ത്രം ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന പാലത്തിന്റെ പണി MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഉദ്ഘാടന ചടങ്ങിൽ CPIM ലോക്കൽ സെക്രട്ടറി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. VP സിന്ധു, K സന്ധ്യ, E ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തകർന്നു കിടന്നിരുന്ന ചുറ്റുമതിൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. വർഷങ്ങളായി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു കിടക്കുകയായിരുന്നു. ആയതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരുന്നു. പൂർത്തീകരിച്ച ചുറ്റുമതിലിൽ മഹാന്മാരുടെ മഹത് വചനങ്ങൾ എഴുതുന്ന തിരക്കിലാണ്. സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു കിടക്കുന്നതും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും സംബന്ധിച്ച് STV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കല്ലിപ്പാടം NSS കരയോഗത്തിന്റെ കുടുംബ സംഗമം നടന്നു. NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തവണ മീറ്റിംഗ് നടന്നപ്പോൾ നമ്മുടെ ആചാര്യനെ മാത്രം വിളിക്കാതെ ക്രിസ്ത്യൻസും മറ്റുള്ളവരും അവരുടെ യോഗം നടത്തി. ആ യോഗത്തിൽ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇത് അസമത്വമാണ് നിങ്ങൾ കാണിച്ചതെന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെയുള്ള പ്രധാനികളായ നായന്മാരൊപ്പം അവര് ചങ്ങനാശ്ശേരി വന്നൊരു മീറ്റിംഗ് കൂടി അന്ന് വന്ന ആൾക്കാർ അന്നാണ് നമ്മുടെ നായർ സർവീസ് ബീജാവാബ്. ഞായറാഴ്ച രാവിലെ കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ കരയോഗം മന്ദിരത്തിൽ പതാക ഉയർത്തിയതോടെയാണ് കുടുംബസംഗമത്തിന് തുടക്കമായത്. പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. NSS താലൂക്ക് അംഗം ഷിബിൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗത്തിലെ 80 വയസ്സു കഴിഞ്ഞവരെയും SLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി നന്ദി പറഞ്ഞു. തുടർന്ന് കരയോഗം അംഗങ്ങളുടെ വിവിധ തരം കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തോടെയാണ് കുടുംബസംഗമത്തിന് സമാപനമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി. 17ാം ബ്ലോക്കിൽ റോഡിനോട് ചേർന്ന സ്ഥലത്താണ് കാട്ടാനകൾ എത്തിയത്. സ്ഥലത്ത് ഉണ്ടായിരുന്ന എണ്ണപ്പന കാട്ടാനകൾ മറിച്ചിട്ട് തിന്നു. ആനക്കൂട്ടം എത്തിയത് കാണാൻ വഴിയാത്രക്കാരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് തമ്പടിച്ചു. ഇതോടെ സ്ഥലത്തെത്തിയ വനം വകുപ്പ് വാച്ചർമാർ സഞ്ചാരികളെ സ്ഥലത്തു നിന്നും മാറ്റി. ഓങ്ങല്ലൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്തുമന ശങ്കുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 9 ഉത്സവം സമാപിക്കും.
ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണവും ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. തുടർന്ന് വേദിയിൽ നടന്ന ചടങ്ങിൽ അന്നദാന മണ്ഡപം സമർപ്പിച്ച രാമൻ പന്തല്ലൂരിനെയും കസേരകൾ സമർപ്പിച്ച ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അധികൃതരെയും ക്ഷേത്രം തന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കാരണം ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആത്മീയത വളരുക എന്നാണ്. ആഹാരമാണല്ലോ ആദ്യത്തെ കാര്യം. വിശക്കുന്നവന്റെ മുമ്പിൽ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. അപ്പൊ ഭൗതിക സൗകര്യങ്ങൾ ആദ്യം ഉണ്ടാകണം. അതിൽ നിന്നാണ് ആത്മീയതയുടെ തുടക്കം. അല്ലെങ്കിൽ അങ്ങനെയേ സാധ്യമാകുകയുള്ളൂ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്. തുടർന്ന് വേദിയിൽ നൃത്തവിസ്മയം അരങ്ങേറി. ഉത്സവ ദിവസങ്ങളിൽ വൈകുന്നേരം വേദിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടി ശ്രീ ശങ്കര ഓറിയന്റൽ സ്കൂളിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല കായിക മത്സരം സമാപിച്ചു. 72 പോയിന്റോടെ ഒറ്റപ്പാലം താലൂക്ക് ചാമ്പ്യന്മാരായി. 38 പോയിന്റോടെ പാലക്കാട് താലൂക്ക് 2ാം സ്ഥാനവും 22 പോയിന്റ് നേടി ആലത്തൂർ താലൂക്ക് 3ാം സ്ഥാനവും നേടി. സമാപനവും സമ്മാന വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക, നാടിന്റെ സ്നേഹം പിടിച്ചുപറ്റുക എന്ന സന്ദേശമാണ് ഇത്തരം കലാകായിക മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് MLA പറഞ്ഞു. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും നടത്തുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ആ നിലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ, ഇൻക്ലൂസീവ് ആർട്സിന്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പരിമിതികളിൽ നിന്ന് മാറി ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധ്യതകളുടെ ലോകത്തേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നാണ് നാം പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ തുടർച്ചയിലാണ് ഇന്ന് ജില്ലാതലത്തിലുള്ള കായികമേള SSO HSSൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവധി ദിവസമായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ സമാപന ചടങ്ങിൽ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജയികൾക്കുള്ള ട്രോഫികൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA സമ്മാനിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, സ്കൂൾ പ്രിൻസിപ്പൽ TA പ്രവിത, പഴനിമല, ക്ലിന്റ് മാത്യു, ജംഷാദ് MK, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന കലാകായിക മേള ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കവളപ്പാറ മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 40ാമത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ പതാക ഉയർത്തി. പുതിയ ജേഴ്സിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ R സുനു നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭന അധ്യക്ഷത വഹിച്ചു. കവളപ്പാറ സ്മാരക വായനശാല സെക്രട്ടറി E രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. പ്രദീപ്, രാജേഷ്, ജയരാജ്, അഖിൽ, ഗോപാലകൃഷ്ണൻ, ആദിത്യൻ, രാജൻ, ഷിജി, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കവളപ്പാറ പാലസ് ഗ്രൗണ്ടിൽ ഞായറാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഫുട്ബോൾ ടൂർണമെന്റ് മാർച്ച് 15 വരെ നീണ്ടു നിൽക്കും. 12ഓളം ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. സെക്രട്ടറി സജീവ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിൽ. രോഗിയുമായി വന്ന ആംബുലൻസിനെ നടുറോഡിൽ കുടുക്കിയ 3 ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ കേസെടുത്തത് അന്തിക്കാട് പോലീസ്. കുറ്റക്കാർക്കെതിരെ നടപടിയുമായി തൃപ്രയാർ മോട്ടോർ വാഹന വകുപ്പും. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത സമരരീതികൾ ഗതികേട് കൊണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട അവസ്ഥയെന്നും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.